നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി വാഴ എന്നൊരു പോസ്റ്റ് ഇട്ട പോരാളി ഷാജിയെ പഞ്ഞിക്കിട്ട് ജനങ്ങൾ. സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഷാജി പോസ്റ്റ് ഇട്ടത്. അതിൽ സിൽവർ ലൈൻ വേണമെന്ന ആവശ്യം ഉയർത്തുകയാണ് പോരാളി ഷാജി. ആ ചിത്രം ഇതാണ്. പുതിയ വണ്ട് ചോദിച്ചാൽ മുണ്ടുപൊക്കി കാണിക്കുന്ന പാലക്കാട് ഡിവിഷന് സമർപ്പിക്കുന്നു. 16,346 തിരുവനന്തപുരം LTT നേത്രാവതി എക്സ്പ്രസ് കോഴിക്കോട് നിന്നുള്ള കാഴ്ച. ഫോട്ടോ ക്രെഡിറ്റ് റെസ്പെക്റ്റീവ് ഓണേഴ്സ് പാലക്കാട് ഡിവിഷൻ സതേൺ റെയിൽവേ. ഇതാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. പിണറായി വിജയനും ഗോവിന്ദനും വരെ കേരയിൽ പദ്ധതിയിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്നു. എന്നാൽ കേരയിൽ വന്നാലേ സാധാരണക്കാരുടെ യാത്രാ ദുരിതം അവസാനിക്കൂവെന്ന് കരഞ്ഞു മെഴുകുകയാണ് പോരാളി ഷാജി. പിണറായി വിജയന്റെ സൈബർ വേട്ടക്കൂട്ടത്തിനോട് ചോദിക്കാനുള്ളത് കേരയിൽ വന്നാൽ എങ്ങനെ സാധാരണക്കാരന്റെ യാത്രാ ദുരിതം ഇല്ലാതാകുമെന്നാണ്. ഈ പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകളാണിതെല്ലാം. ദിവസവും യാത്ര ചെയ്യുന്നവരാണ് ഇതിൽ പകുതിയിലേറെയും. അതായത് ജോലിക്കൊക്കെ പോയി വരുന്ന സാധാരണ മനുഷ്യർ. അവർക്ക് കേരയിൽ എങ്ങനെ ഗുണം ചെയ്യും? കേരയിൽ വന്നാൽ തന്നെ 1000 രൂപയുടെ ടിക്കറ്റും എടുത്ത് ദിവസവും യാത്ര ചെയ്യുമോ സാധാരണക്കാർ? അവർക്ക് തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ കേരയിൽ കേരളത്തിന് ഗുണമാണോ? എങ്ങനെ പദ്ധതി നടപ്പിലാക്കാം? പ്രകൃതിയെ ദ്രോഹിക്കാത്ത പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് കേന്ദ്രം ചോദിച്ചിട്ട് തട്ടിക്കൂട്ട് റിപ്പോർട്ട് കൊടുത്തത് കേന്ദ്രം തന്നെ അല്ലേ ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞത് ഷാജി അണ്ണ? ആദ്യം മര്യാദയ്ക്ക് കേന്ദ്രത്തിനൊരു റിപ്പോർട്ട് സമർപ്പിക്കുക, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. പിന്നെ വികസനത്തിന് തടയിടുന്നേന്ന് ഇപ്പോൾ കരയുന്ന സഖാക്കളോടും ഷാജി അണ്ണനോടും. ഇതേ പദ്ധതി വർഷങ്ങൾക്ക് മുൻപ് UDF സർക്കാർ ഒന്ന് ആലോചിച്ചു പോയതിന് അയ്യോ കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നേ എന്ന് കരഞ്ഞത് ഇതേ പിണറായി വിജയൻ തന്നെയല്ലേ? വലത് സർക്കാർ വിഭാവനം ചെയ്ത അതിവേഗ പാതയെ ആദ്യമേ കയറി അങ്ങ് എതിർത്തു. അന്ന് പിണറായി പറഞ്ഞ ന്യായം വലിയ കോമഡിയായിരുന്നു. രാഘവേട്ടന് തന്റെ അപ്പുറത്തെ പറമ്പിൽ കെട്ടിയ പശുവിനെ അഴിക്കണമെങ്കിൽ തിരുവനന്തപുരത്തോ കാസർഗോഡോ പോയി U-ടേൺ എടുത്ത് വരേണ്ടി വരുമെന്ന്. പാത്തുമാന്റെ ആടിനെ എങ്ങനെ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുപോയി പുല്ല് തീറ്റിക്കുമെന്നൊക്കെ ഉള്ള ക്യാപ്സൂളുകളാണ് അന്ന് ഇവർ ഇറക്കിയത്. കണ്ണൂരിലെ അന്തം കമ്മികളെ സമരത്തിനിറക്കാൻ CPM ഇറക്കിയ ക്യാപ്സൂളുകൾ ബഹുകേമമായിരുന്നു. പക്ഷെ ഇവരുടെ ഭരണത്തിൽ ഇതേ പദ്ധതി വന്നപ്പോൾ ഇടതിന്റെ മികച്ച പദ്ധതിയായി. ഇതിനെ എതിർക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കരയുന്നത്. ഇതിനെ എതിർത്തതിന്റെ മുഴുവൻ ഉത്തരവാദി സുരേഷ് ഗോപിയാണെന്ന തരത്തിലാണ് പോരാളി ഷാജി അണ്ണൻ ഇപ്പോൾ പോസ്റ്റ് ഇട്ട് തകർക്കുന്നത്. ഈ ഷാജി അണ്ണനോട് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. പിന്നെ വികസനത്തെ എതിർക്കുന്നേ എന്ന് കരയുന്ന ഇപ്പോഴത്തെ CPMകാർ മനഃപൂർവ്വം അട്ടിമറിച്ച മറ്റൊരു പദ്ധതിയുണ്ട്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത. പാലക്കാട് നിന്നും നഞ്ചൻകോട് വരെ പോകുമായിരുന്ന വയനാടിന്റെ റെയിൽവേ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. അതൊക്കെ അട്ടിമറിച്ചിട്ടാണ് ഇവരിൽ നിന്ന് വികസനം വിളമ്പുന്നത്. എന്ത് തരം ഉടായിപ്പാണോ ഇതൊക്കെ? നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ അത് വികസനമാകുകയുള്ളൂ. പിന്നെ കേരളയിലില്ലാത്ത കേരളത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാമല്ലോ. ഏറ്റവും കൂടുതൽ വളവുകളുള്ള റെയിൽവേ പാളങ്ങൾ കേരളത്തിലാണ്. ആദ്യം അത് നേരെയാക്കാനുള്ള വഴികൾ കാണുക. കേന്ദ്രത്തോട് കൂടുതൽ ട്രെയിൻ ആവശ്യപ്പെടാം. ഇതൊന്നും ചെയ്യാതെ കേരളയിൽ വന്നാൽ മാത്രമേ വികസനം ആകൂ എന്ന് പറയുന്നത് എന്തുതരം ന്യായമാണ്? ഈ കേരളിനെ കുറിച്ച് കൂടെയുള്ള നേതാക്കളെയും അണികളെയും പോലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഇതുവരെ ഈ CPMകാർക്ക് കഴിഞ്ഞിട്ടില്ല. കേരളയിൽ സമരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CPMകാരും മുന്നിലുണ്ടായിരുന്നു. KSRTC ലാഭത്തിലാക്കി സർക്കാരിന് കഴിവുണ്ടെന്ന് ആദ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്ത്, എന്നിട്ടല്ലേ കേരളയിൽ. അതിന് വെറുതെ കേന്ദ്രമന്ത്രിയെ പഴിച്ചിട്ട് എന്താ കാര്യം? സുരേഷ് ഗോപി ഏറ്റെടുത്ത ജോലികൾ അദ്ദേഹം ഭംഗിയായി ചെയ്തോളൂ. ആദ്യം നിങ്ങളുടെ വാഴ മുഖ്യമന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കുക, നന്നാക്കിയെടുക്കുക. പാർട്ടിക്കാർ പോലും തള്ളിപ്പറഞ്ഞു തുടങ്ങി. എന്നിട്ടും പോരാളി ഷാജിക്ക് നേരം വെളുത്തിട്ടില്ല. അങ്ങനെ സുരേഷ് ഗോപിയെ ട്രോളാൻ ചെന്നിട്ട് പോരാളി ഷാജി മേടിച്ചു കൂട്ടുകയാണ്.